പ്രിയ സജ്ജനങ്ങളെ, സാദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നാം 8ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചതുർവേദ പുരാണാനി സർവോ ഉപനിഷദസ്തത രാമായണം ഭാരതം ച ഗീതാ സദ്ദർശനാനി ച. ഇതിൽ ചതുർവേദങ്ങൾ, നമ്മുടെ അടിസ്ഥാന പ്രമാണമായ ചതുർവേദങ്ങളെക്കുറിച്ച് ഇന്നലെ നാം വിശദമായി പരിചയപ്പെട്ടു. അടുത്തത് പുരാണം. എന്താണ് പുരാണങ്ങൾ? ചരിത്രം, ഭാവന, അധ്യാത്മജ്ഞാനം, ഗുണോപദേശം, ധർമ്മം എന്നിവ കൂടിച്ചേർന്നിരിക്കുന്ന പുരാണ കഥകൾ ഇന്നു നാം കാണുന്ന വിധത്തിലുള്ള ഹിന്ദുമതത്തിൻ്റെ ആധാര ഗ്രന്ഥങ്ങളിൽ ഒന്നു തന്നെയാണ്. പുരാണ ഗ്രന്ഥത്തിൻ്റെ 5 ലക്ഷണങ്ങളാണ് സർഗം, പ്രതിസർഗം, വംശം, മന്വന്തരം, വംശാനുചരിതം. ഓരോ പുരാണവും ഒരു ദേവതയെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പരാശര മഹർഷിയുടെ പുത്രനായ ശ്രീ വേദവ്യാസൻ തന്നെയാണ് ഇന്ന് കാണുന്ന വിധം പുരാണങ്ങളെ ക്രോഡീകരിച്ചത്. അദ്ദേഹം അത് തൻ്റെ ശിഷ്യനായ ലോമഹർഷണനെ പഠിപ്പിച്ചു. ലോമഹർഷണൻ നൈമിഷാരണ്യത്തിൽ വെച്ച് അവയെല്ലാം ഋഷിമാരെ കേൾപ്പിച്ചു. പുരാണങ്ങളെ പൊതുവെ സ്മൃതികൾ എന്ന വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. സ്മൃതിയും ശ്രുതിയും അടിസ്ഥാനപരമായി ഹൈന്ദവ സമൂഹം മനസ്സിലാക്കേണ്ട ഒന്നാണ്. മനുസ്മൃതിയിൽ അത് പറഞ്ഞു, ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ബഹളമാണ്. എന്താണ് സ്മൃതി, എന്താണ് ശ്രുതി? ശ്രുതികൾ എന്ന് പറയുന്നത് ശാശ്വതമായ സത്യങ്ങളും മൂല്യങ്ങളുമാണ്. ഉദാഹരണത്തിന്, സത്യം വദ ധർമ്മം ചര എന്ന വേദവാക്യം. സത്യം പറയുക എന്നുള്ളത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പും ഇന്നും 10,000 വർഷങ്ങൾക്ക് ശേഷവും മാറ്റമില്ലാതെ തുടരുന്ന ശാശ്വതമായ മൂല്യമാണ്. ഇന്ത്യക്കാരനും അമേരിക്കക്കാരനും ആഫ്രിക്കക്കാരനും സത്യം പറയണം. കാലദേശ പരിമിതികൾക്കതീതമായിട്ട് എല്ലാ കാലഘട്ടത്തിലും ജീവിച്ചിരിക്കുന്ന ഇത്തരം ശാശ്വതമായ മൂല്യങ്ങളെ ഹിന്ദു ശ്രുതി എന്ന് പറഞ്ഞു. സ്മൃതികൾ എന്ന് പറഞ്ഞാൽ കാലഘട്ടത്തിനും കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും അനുസരിച്ച് മാറ്റപ്പെടുന്നതാണ് സ്മൃതികൾ എന്ന് പറയുന്നത്. പുരാണങ്ങളെ എന്തുകൊണ്ട് സ്മൃതിയിൽപ്പെടുത്തി എന്ന് ചോദിച്ചാൽ, അതിൽ പറയുന്ന പല കഥകളും ഇന്നത്തെ കാലഘട്ടവുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ അപ്രസക്തങ്ങളാണ്. 10,000 വർഷം മുമ്പ് എഴുതപ്പെട്ട ഒരു കാര്യം ഈ 2020 പ്രായോഗികമാണ് എന്ന മൂഢവിശ്വാസം ഹിന്ദു വെച്ച് പുലർത്തുന്നില്ല. അതുകൊണ്ട് ഒരു കഥ കേൾക്കുമ്പോൾ ആ കഥയിൽ നിന്നും തത്വത്തെ ഉൾക്കൊള്ളുക. ആ തത്വം നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് എന്ത് ബന്ധമുണ്ട് എന്ന് പഠിക്കുക. ഇതാണ് ശ്രുതി, സ്മൃതി എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നമുക്ക് 18 മുഖ്യപുരാണങ്ങളുണ്ട്. മത്സ്യപുരാണം, മാർക്കണ്ഡേയ പുരാണം, ഭവിഷ്യപുരാണം, ഭാഗവത പുരാണം, ബ്രഹ്മപുരാണം, ബ്രഹ്മാണ്ഡ പുരാണം, ബ്രഹ്മവൈവർത്ത പുരാണം, വിഷ്ണുപുരാണം, വായുപുരാണം, വരാഹപുരാണം, വാമനപുരാണം, അഗ്നിപുരാണം, നാരദീയ പുരാണം, പത്മപുരാണം, ലിംഗപുരാണം, ഗരുഡപുരാണം, കൂർമ്മപുരാണം, സ്കന്ദപുരാണം. ഇതാണ് ആ 18 പുരാണങ്ങൾ. ഇവയിലെല്ലാം കൂടി 4,04,800 ശ്ലോകങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. 4,04,800 ശ്ലോകങ്ങളിലൂടെയാണ് മനുഷ്യ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ ആവശ്യമായ കഥാരൂപത്തിലുള്ള തത്വങ്ങളെ നമുക്ക് നമ്മുടെ ഋഷി പരമ്പര നൽകിയത്. എത്ര മഹത്തരവും ബൃഹത്തരവുമാണ് നമ്മുടെ പുരാണ കഥാശേഖരം എന്ന് മനസ്സിലാക്കൂ. പുരാണ കഥയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ സത്യവും ധർമ്മവും നീതിയും ന്യായവും എന്ത് എന്ന് കഥകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഈ കഥകളെല്ലാം ജീവിതത്തിൽ ഓരോ സന്ദേശത്തെ നൽകുന്നതാണ്. അപ്പൊ ചതുർവേദ പുരാണാനി, പുരാണങ്ങൾ എന്താണെന്ന് നാം ഇന്ന് പഠിച്ചു. ഉപനിഷത്തുകളെ കുറിച്ച് നമുക്ക് നാളെ ചിന്തിക്കാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.